നമോ ഭഗവതേ വാസുദേവായ. കൃത്യസ്യ ഭാരത. ഓം തസ്സദ്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താ അറിയോ? എന്താണ്? പറയൂ. ആര് പറഞ്ഞാലും കുഴപ്പമില്ല. അതെ, അതിന് പിന്നിലെ പൗരാണിക ഐതിഹ്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഗുരുവായൂർ ക്ഷേത്രം പ്രതിഷ്ഠ നടന്ന ദിവസമാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, പല ഐതിഹ്യങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയുമോ? പിന്നല്ലാണ്ട് എന്തായിരിക്കും ഐതിഹ്യം? ഒരു ക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. എല്ലാവർക്കും മനസ്സിലായോ? അർജുനൻ എന്ത് ഭാഗ്യവാനാണല്ലേ. നമുക്കൊന്നും അതിന്റെ ഭാഗ്യമില്ലാതെ പോയല്ലോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഭക്തിപൂർവ്വം സ്മരിച്ചാൽ ഭഗവാൻ ഏത് രൂപത്തിലും ഏത് വേഷത്തിലും നമുക്കരികിലെത്തും. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ചൊന്ന് ചെയ്തു. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് കണ്ണുകളടച്ച് ഭഗവാന്റെ ആ രൂപം, ഓടക്കുഴല്, മയിൽപ്പീലി, ഗോപിക്കുറി ഒക്കെ മനസ്സിൽ വിചാരിച്ച് ഭഗവാനെങ്ങനെ മനസ്സിൽ വേറൊരു ചിന്തകളും മനസ്സിലുണ്ടാവരുത്. ഭഗവാന്റെ ആ രൂപം മനസ്സിൽ വിചാരിക്കുക, ഭഗവാൻ നാമം വിചാരിക്കൂ. മക്കളെ, നിങ്ങൾ എന്താണ് ഇവിടെ? ഭഗവാനെ കുറിച്ചാണല്ലോ എൻ്റെ കുട്ടികൾ ചിന്തിക്കുന്നത്. നിങ്ങളെല്ലാവരും ഗീത ചൊല്ലുമായിരുന്നുല്ലേ? നന്നായി വരട്ടെ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ കാണാൻ വളരെ പാടാണ്. പക്ഷെ ഭഗവാൻ പ്രത്യക്ഷനായില്ലല്ലോ, നമുക്ക് മാർഗനിർദ്ദേശവും നൽകിയില്ല. ഇത് കലിയുഗമാണ്. ഈ കാലഘട്ടത്തിൽ ഭഗവാൻ നമുക്ക് മുമ്പിൽ മയിൽപ്പീലി ചൂടി മഞ്ഞപ്പട്ടുടുത്തു തന്നെ പ്രത്യക്ഷമാകണമെന്നില്ല. പല രൂപങ്ങളിലെത്തും. നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങളാണുള്ളത് മനസ്സിൽ? പക്ഷേ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിഞ്ഞെങ്കിലോ? അപ്പം മുത്തശ്ശിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണ് മുത്തശ്ശി? വളരെ നല്ല ചോദ്യമാണല്ലോ മോള് ചോദിച്ചത്. ശരിയാണ്, ഇന്നത്തെ പുതുതലമുറയിൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യമുള്ളത് ധനത്തിനാണെന്ന്. പക്ഷേ അതൊരിക്കലുമല്ല. നമുക്ക് കുറച്ച് ധനം കൊടുത്തെന്ന് വെച്ചാൽ കുറച്ച് രത്നങ്ങൾ വാങ്ങാൻ കഴിയുംല്ലേ? കുറച്ചധികം രത്നങ്ങൾ നമ്മൾ കൊടുത്താൽ നമുക്കൊരു മാണിക്യമോ അതിനേക്കാൾ വിലമതിപ്പുള്ള എന്തെങ്കിലും വാങ്ങാനും സാധിക്കും. പക്ഷേ എത്ര വിലമതിപ്പുള്ള എന്ത് നൽകിയാലും നമുക്ക് വാങ്ങാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ സമയം. സമയം നാം എല്ലാവരും ഇന്ന് ശരിയായ രീതിയിലല്ല ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൂതകാലത്തിലെ നടന്ന വിഷമങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടുമൊക്കെ നമ്മളുടെ സമയം ഇന്ന് വ്യർത്ഥമായി പാഴാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറിച്ച് നമ്മൾ ആ സമയം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മളുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് ധനമാർജിക്കണം. ധനമാർജിച്ച ശേഷം നമ്മൾ ഭൂമിയിൽ സത്കർമ്മങ്ങൾ ചെയ്യണം, മഹത്തായ കാര്യങ്ങൾ ചെയ്യുക, സജ്ജനങ്ങളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ സമയം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോയാലും സമയം നമ്മളെ പോകാൻ അനുവദിക്കില്ല. നമ്മൾ സഹായം ചെയ്തവരുടെ മനസ്സിലുള്ള കൃതജ്ഞതയായിക്കൊണ്ടും അതുപോലെ തന്നെ നാം ചെയ്ത സത്കർമ്മങ്ങളായിക്കൊണ്ടും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്നും അവരുടെ മനസ്സിൽ നിലനിൽക്കും. എങ്ങനെയാ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക? ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചെന്ന് നമുക്ക് എങ്ങനെ അറിയാം? വളരെ നല്ല ചോദ്യം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം എപ്രകാരമാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നാം എല്ലാവരും പല വഴികളും സ്വീകരിക്കുന്നവരുണ്ട്. ചിലർ നാമജപത്തിന്റെ വഴിയിലേക്ക് വരുന്നു, ചിലർ ധ്യാനത്തിന്റെ പാതയിൽ പോകുന്നു, ചിലർ ഹഠയോഗത്തിന്റെ പാതയിൽ പോകുന്നു. ഇതിലേറ്റവും സരളമായിട്ടുള്ള പാത നാമസങ്കീർത്തനത്തിന്റെ പാത തന്നെയാണ്. നാമം ജപിച്ച് നാം ഭഗവാനിൽ മനസ്സാലിഞ്ഞു ചേരുന്ന സന്ദർഭത്തിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് സമചിത്തമാകുന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ് സമചിത്തത?
ഒരു പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരു കൊട്ടാരത്തെയും ഒരു കുടിലിനെയും എന്തിനേയും നമുക്ക് ഒരേ മനസ്സോടെ ഒരേ മൂല്യത്തോടെ കാണാൻ സാധിക്കുന്നതാണ് സമചിത്തത. സമചിത്തത കൈവരിക്കുമ്പോൾ നമ്മൾ ദുഃഖം വരുമ്പോൾ ഒരുപാട് വ്യസനിക്കുകയും സുഖം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നില്ല. എല്ലാത്തിനെയും നമുക്ക് സമഭാവനയോടെ കാണാനായി കഴിയും. എനിക്ക് മാത്രം എന്താണ് എപ്പോഴും വേദനയും ദുഃഖവും ഉണ്ടാകുന്നത്? മോളെ, വേദന സമൂഹത്തിൽ എല്ലാവർക്കും, പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യരും വേദന അനുഭവിക്കുന്നവർ തന്നെയാണ്. ഏവരുടെയും ധാരണ അവരുടെ വേദനയാണ് ഏറ്റവും വലിയ വേദനയെന്നും അവരുടെ ദുഃഖങ്ങളെക്കാൾ വലിയ ദുഃഖം മറ്റാരും അനുഭവിക്കുന്നില്ല എന്നതുമാണ്. പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം, ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് വരുന്ന വേദനകളൊന്നും നമുക്ക് മറികടക്കാൻ കഴിയാത്തതല്ല. അതുപോലെ തന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഈ പ്രപഞ്ചത്തിലില്ല. വേദനയാകുന്ന ഒരു വിത്ത് നാം വീണ്ടും വീണ്ടും ചിന്തനം ചെയ്തുകൊണ്ട്, ഒരു വിത്തിനെ നമ്മൾ വെള്ളം നനച്ച് പരിപാലിക്കുമ്പോൾ അത് വലിയ വൃക്ഷമാകുന്നത് പോലെ നമ്മൾ ഈ വേദനയെ ചിന്തനം ചെയ്യുമ്പോൾ അത് തീരാ ദുഃഖമാകുന്ന ഒരു വടവൃക്ഷമായി വളരുകയാണ് ചെയ്യുന്നത്. അതിനു പകരം ഒരു വിത്തിനെ നാം ഒട്ടും ശ്രദ്ധയില്ലാതെ അതിനെ പരിചരിക്കുകയേ ചെയ്യാതിരുന്നാൽ ആ വിത്ത് ഉണങ്ങി നശിച്ചു പോകും, അല്ലേ? അതുപോലെ ഈ വേദനകൾക്കും നാം അത് ശ്രദ്ധിക്കാതെ അതിനെ വിചിന്തനം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ വേദനയും നിഷ്ഫലമായി തീരുന്നതാണ്. അതിനാൽ നാം ഒരിക്കലും നമുക്ക് വരുന്ന വേദനകളെ വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. ഏവർക്കും വേദനകൾ ഉണ്ടാകും. നാം ആ വേദനകൾക്കുള്ള പരിഹാരം എന്തെന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ അവയെ നേരിട്ട് അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. മുത്തശ്ശി, വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരം തന്നുവല്ലോ. ഒരുപാട് നന്ദി. മക്കളെ, ഞാൻ കേവലം നിമിത്തം മാത്രമാണ്. ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ സംശയ നിവാരണത്തിനായി ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ. കൃഷ്ണൻ